ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് തിയറങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പഠിച്ചിരുന്നു. അതായത് അരിത്തമാറ്റിക് സീക്വൻസിലെ കോൺസിക്യൂട്ടീവായിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ടെങ്കിൽ അത് ആ ടേംസിൻ്റെ എണ്ണം ഓഡാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത്? സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. അങ്ങനെ അതുപോലെ കോൺസിക്യൂട്ടീവായിട്ട് 3 ടേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എൻഡിൽ വരുന്ന ടേമിൻ്റെ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് കോൺസിക്യൂട്ടീവായ 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 3 ടൈംസ് മിഡിൽ ടേം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ഇതുവരെ പഠിച്ച കാര്യങ്ങളും വെച്ചുള്ള കുറച്ച് പ്രോബ്ലങ്ങളാണ് നമ്മളിനി നോക്കുന്നത്. ടെക്സ്റ്റിലെ പേജ് 28 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Write 3 arithmetic sequences with the 30 as the sum of the first 5 terms. First 5 termsന്റെ സം 30 വരുന്ന 3 സീക്വൻസ് എഴുതാം. 3 നമുക്ക് ഒത്തിരി എണ്ണം എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 അതാണല്ലോ ഫസ്റ്റ് 5 ടേംസിൻ്റെ സം. അത് 30. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ സം ഓഫ് ടേംസിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിഡിൽ ടേം കിട്ടും. ഇതിൻ്റെ മിഡിൽ ടേം x3 ആണ്. അപ്പോൾ x3 എന്ന് പറയുന്നത് ഈ സമ്മിനെ ഇതിൻ്റെ എണ്ണം എത്രയാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സം എത്രയാണ്? 30/5 6. അതായിരിക്കും മിഡിൽ ടേം. നമുക്കറിയാം മിഡിൽ ടേം തേർഡ് ടേം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നത് സെക്കൻഡ് ടേം, അതിൽ നിന്ന് വീണ്ടും കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം. തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം, ഫോർത്ത് ടേമിൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫിഫ്ത്ത് ടേം. അപ്പം നമുക്ക് 6 മിഡിൽ ടേം ആകുമ്പോൾ ഡി ആണ് നമ്മൾ കോമൺ ഡിഫറൻസിന് ഡിനോട്ട് ചെയ്യുന്നത് ഡി ആണ്. അപ്പോൾ 6 മൈനസ് ഡി 6 മൈനസ് 2d ഇതായിരിക്കും ഫസ്റ്റും സെക്കൻഡും ടേംസ്. തേർഡും ഫോർത്തും ടേംസ് ഇതിൻ്റെ കൂടെ ഡി ആഡ് ചെയ്യുന്ന ഓരോന്നിൻ്റെയും കൂടെ. അപ്പം 6 പ്ലസ് ഡി 6 പ്ലസ് 2d. ഡിക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്ത് നമുക്ക് ഇവിടെ ടേംസ് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ മിഡിൽ ടേം 6 കൊടുത്തു. നമുക്ക് കോമൺ ഡിഫറൻസ് ഞാൻ 1 കൊടുത്താൽ 5 4. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 7 8. ഇനി കോമൺ ഡിഫറൻസ് 2 എടുത്തേ. 6 മിഡിൽ ടേം 6 മൈനസ് 2 4 4 മൈനസ് 2 2 6 പ്ലസ് 2 8 8 പ്ലസ് 2 10. ഇനി ഇവിടെ കോമൺ ഡിഫറൻസ് 3 എടുക്കാം, 4 എടുക്കാം, -1 എടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സീക്വൻസ് ഉണ്ടാക്കാം. ഇവിടെ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1. ഫസ്റ്റ് ടേം 1. അതിൻ്റെ സം ഓഫ് 4 ടേംസ് 100. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 100. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സം ഓഫ് 5 ടേംസ് ആയിരുന്നു, ഓഡ് നമ്പർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഈവൻ നമ്പറാണ്. അപ്പോൾ x1 മെത്തേഡ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് 100. നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. 2 ടേമുകളുടെ സമ്മുകൾ 2 പെയർ ടേംസിൻ്റെ സം ഈക്വൽ ആവും. ഏത് കേസിലാണ്? അതിൻ്റെ പൊസിഷൻസിൻ്റെ സം ഈക്വൽ ആകുമ്പോൾ. ഇവിടെ 1 പ്ലസ് 4 എന്ന് പറയുന്നതും 2 പ്ലസ് 4 എന്ന് പറയുന്നത് ഈക്വലാണ്. നമുക്ക് ആ ഒരു മെത്തേഡ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് x1 പ്ലസ് x4 ഈ 100ൻ്റെ ഹാഫ് വരും, 50 വരും. എന്നിട്ട് അവിടെ കൊടുത്ത് x4ഉം x1ഉം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ചെയ്യുക. അതൊരു മെത്തേഡ്. അതല്ല എങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 100 ആണ്. ഇവിടുത്തെ x1ൻ്റെ വാല്യൂ നമുക്ക് 1 എന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് എന്ത് വരും? 100ൽ നിന്നും x1 കുറയ്ക്കുന്നത് 100 മൈനസ് 1 99. അപ്പം x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് നമുക്കറിയാം സം ഓഫ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് മിഡിൽ ടേം 3x3 ആണ്. 3x3 99 ആണെങ്കിൽ x3 എന്ന് പറയുന്നത് 99/3 33 വരും. ഇപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, തേർഡ് ടേം കിട്ടി. ഇനി സെക്കൻഡ് ടേം ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ 2 ടേം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ
2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, സെക്കൻഡ് ടൈം എന്ത് വരും? 1 + 33/2 ദറ്റ് ഈസ് 17 നമുക്ക് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ട്, സെക്കൻഡ് ടൈം ഉണ്ട്, തേർഡ് ടൈം ഉണ്ട്. ഫോർത്ത് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ്, തേർഡ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് എത്ര വരും? x2 ഉണ്ട്, x1 ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? x2 - x1 ദറ്റ് ഈസ് 17 - 1 ദറ്റ് ഈസ് 16. അപ്പോൾ x4 എന്ന് പറയുന്നത് x3യുടെ കോമൺ ഡിഫറൻസ് കൂട്ടുക, അപ്പോൾ 49 എന്ന് വരും. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കണം നമുക്ക് ഏതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അത് നോക്കി അതനുസരിച്ച് അപ്ലൈ ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെത്താനൊന്ന് ആലോചിച്ച് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ വീഡിയോ നോക്കി നിങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ, prove that for any 4 consecutive terms of an arithmetic sequence, sum of the 2 terms on the 2 ends and the sum of the 2 terms in the middle are the same. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് 4 ടേംസ്, ആദ്യത്തെ പറയുന്നില്ല, അടുത്തടുത്തുള്ള 4 ടേംസ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് 4 എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ സെക്കൻഡ് 4 എന്ന് പറയുന്നില്ല, പിന്നെ എന്താ പറയുന്നത്? ഏതെങ്കിലും 4 ടേംസ് അടുപ്പിച്ചുള്ളതാണോ എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആർബിട്രറി ടേമിന് നമ്മൾ എപ്പോഴും XN എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ കൊടുത്തു, XN +1, അതിൻ്റെ XN + D. ഇപ്പോൾ ഒരു ടേം എടുത്താൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടുമ്പോൾ അടുത്ത ടേം കിട്ടും, അതിൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ അടുത്തത് കിട്ടും, വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ അടുത്തത് കിട്ടും. അപ്പം ഫസ്റ്റ് ടേം നമ്മൾ ആ കോൺസിക്യൂട്ടീവ് 4 ടേംസിൽ നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള ഫസ്റ്റ് ടേം XN എന്ന് എടുത്താൽ സെക്കൻഡ് വൺ XN + D, തേർഡ് വൺ XN + 2D, ഫോർത്ത് വൺ XN + 3D. be 4 consecutive terms of the arithmetic sequence. ആ arithmetic സീക്വൻസിലെ 4 കോൺസിക്യൂട്ടീവ് ടേംസ് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടെ ആഡ് ചെയ്യുന്നത് സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്യുന്നതിന് ഈക്വലാണ് എന്ന് നമുക്ക് കാണിക്കേണ്ടത്. അതിന് നമുക്ക് സം ഓഫ് ദി ടേംസ് ഓൺ ദി എൻഡ് വരുന്ന ടേംസ് അതൊക്കെ XN-ഉം XN + 3D അത് തമ്മിൽ ആഡ് ചെയ്യുക. XN-ഉം XN-നോട് ആഡ് ചെയ്യുമ്പോൾ 2XN + 3D. അടുത്തത് സം ഓഫ് ദി ടേംസ് ഇൻ ദി മിഡിൽ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? XN + D-യും XN + 2D-യും. അവയുടെ സം എന്ന് പറയുന്നത് XN + D + XN + 2D. XN-ഉം XN-നോട് കൂട്ടുമ്പോൾ 2XN, D + 2D എന്ന് പറയുന്നത് 3D. അപ്പോൾ ഇത് രണ്ടും ഒരേ ആൻസർ കിട്ടിയല്ലോ. അതായത് സം ഓഫ് ടേംസ് ഓൺ ദി എൻഡും സം ഓഫ് ടേംസ് ഇൻ ദി മിഡിലും ഈക്വലായിട്ട് കിട്ടി. ഏത് കേസിൽ? നമ്മൾ 4 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യുമ്പോൾ. That therefore, for any 4 consecutive terms of an arithmetic sequence, the sum of the terms on the 2 ends and the sum of the 2 terms in the middle are the same. Next, fourth question. Fourth question എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് 100 ആസ് ദി സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്. ആദ്യത്തെ 4 ടേമിൻ്റെ സം 100 വരുന്ന 4 അരിത്തമെറ്റിക് സീക്വൻസസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനിവിടെ ആദ്യത്തെ 4 ടേമിൻ്റെ സം 100 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം x1 + x2 + x3 + x4 100 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം x1 + x4 എന്ന് പറയുന്നത് x2 + x3 ഈക്വലാണ്. അത് ഇതിൻ്റെ ഹാഫാണ്, 50 വരും. നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതായത് പൊസിഷൻസ് സെയിം. അതിലെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ് എന്താ? 4 കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്താൽ അതിൽ എൻഡിൽ വരുന്ന ടേമുകളുടെ സം എന്ന് പറയുന്ന മിഡിൽ വരുന്ന ടേമിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവ ഓരോന്നും എന്ത് വരും? 4 ടേം ആകുമ്പോൾ 100ൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഈ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും 50 വീതം വരും. ഇവിടെ
നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് 4 ടേംസിൻ്റെ സം 100 ആകാൻ നമ്മൾ കഴിഞ്ഞ കണക്കിൽ പറഞ്ഞ എന്തായിരുന്നു? മിഡിൽ വരുന്ന 2 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് ഫസ്റ്റും 4th ടേമിൻ്റെ സമ്മിന് ഈക്വലാണ്. അതിവിടെ നമുക്ക് എന്തെന്ന് വന്നു? നമ്മൾ 50 എന്ന് പറഞ്ഞു. അപ്പോൾ മിഡിൽ ടേമിൻ്റെ സം 50 വരുന്ന ഏതെങ്കിലും 2 മിഡിൽ ടേം എടുക്കുക. അപ്പോൾ 20 30 സം 50 വരും. അപ്പോൾ മിഡിൽ ടേം നമ്മൾ ആദ്യം അങ്ങ് എടുക്കും. 20 30 മിഡിൽ ടേം വരുന്നത് നമ്മൾ എടുത്തു, സെക്കൻഡും 3rd ടേമുമായിട്ട്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 10. അപ്പോൾ ഇവിടുന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും, ഇവിടുന്ന് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ അടുത്ത ടേം കിട്ടും. ഇനി അടുത്ത ഞാൻ 2 ടേമുകൾ സം 50 വരുന്നത് എടുത്തു, 17ഉം 33. അപ്പോൾ x2ഉം x3യും ഞാൻ എടുത്തു. നമുക്ക് ഡി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഡി എന്ന് പറയുന്നത് 16 എന്ന് കിട്ടും. സം 50 വരുന്ന 2 ടേംസ് നമ്മൾ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് ഇവിടെ 16 എന്ന് കിട്ടുമ്പോൾ ആ 16 ഇവിടെ നിന്ന് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടൈം കിട്ടും, ഇവിടെ 16 കൂട്ടുമ്പോൾ ലാസ്റ്റ് ടൈം കിട്ടും. അടുത്തത് നോക്കി, ഞാൻ 18ഉം 32 എടുത്തു. സം 50 വരുന്ന 2 ടേംസ്. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. എന്നിട്ട് സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടൈമും, ഇതിനോട് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ 4th ടേമും കിട്ടും. ഇനി 15ഉം 35ഉം സം 50 വരുന്നതാണല്ലോ. അപ്പോൾ അവയുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 35 - 15 20 വരും. 15 20 കുറയ്ക്കുക, അപ്പോൾ -5 ഫസ്റ്റ് ടേം വരും, ഇതിൻ്റെ കൂടെ 20 കൂട്ടും 55 വരും. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് നമ്മളോട് എഴുതാനാണ് ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത്. അരിത്തമാറ്റിക് സീക്വൻസ് ആകുമ്പോൾ സീക്വൻസ് ആകുമ്പോൾ കോമ ആയിട്ട് എക്സെട്ര ഇടണേ. 4 ടേംസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി 5th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. കുറേ പാർട്ടുകളായിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആണത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് ടേം 30യും സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 300ഉം വന്നാൽ അതിലെ ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കുക. ആദ്യത്തെ ടേം നമുക്കുണ്ട് x1 + x2 + x3 നമുക്ക് 300 എന്നുണ്ട്. അപ്പോൾ ഇവിടെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ ഈ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്ത് കിട്ടും? 300/3 100. അപ്പോൾ x1 ആയി x2 ആയി. ഇനി നമുക്ക് ഇവിടെ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് x3 കണ്ടുപിടിക്കാം ഒന്നുകിൽ. അതല്ല എങ്കിൽ x2 + x3 എത്രയാ? 300ൽ നിന്ന് x1 കുറയ്ക്കുന്ന 270. അതിൽ നിന്നും സെക്കൻഡ് ടൈം വീണ്ടും കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടൈം 3rd ടൈം കിട്ടും. അപ്പോൾ ഒന്നുകിൽ x1 = 30, പിന്നെ x2 + x1 + x2 + x3 300. അവിടെ നിന്നും x2 + x3 270 എന്ന് കിട്ടും. x2 + x3 270. ഇവിടെ നമുക്കറിയാവുന്ന കാര്യം, ഈ 3ൻ്റെ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x2 കിട്ടും. അവിടെ വന്ന് x2 നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ x2 + x3 270 ആണെങ്കിൽ അവിടെ നിന്ന് x2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ x3 നമുക്ക് കിട്ടും 130. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇത് വേറെ മെത്തേഡിൽ നമുക്കിത് ചെയ്യാം, വേറെ ഏത് ഉപയോഗിച്ചും ചെയ്യാം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 300. നമ്മൾ ഇതേപോലത്തെ ഒരെണ്ണം നേരത്തെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് കാര്യം ഫസ്റ്റ് ടേം 30, പിന്നെ എൻഡിലുള്ളതിൻ്റെ സം എന്ന് പറയുന്നത് മിഡിലുള്ളതിൻ്റെ സമ്മിന് ഈക്വലാണ്. ഏത് കേസ്? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ടേംസ് ആകുമ്പോൾ. അപ്പോൾ x1 + x4 x2 + x3 ഇത് രണ്ടും 150 വരും. 300/2 150 വരും. x1 + x4
150 ആകുമ്പോൾ അവിടെ നിന്നും x4 എന്ന് പറയുന്നത് 150യിൽ നിന്നും 30 ഇത് മാറുന്നതാണല്ലോ x4. അപ്പോൾ എന്ത് വരും? 150 മൈനസ് 30 120 എന്ന് കിട്ടും. ഇനി നമുക്ക് x4ഉം x1ഉം ഉള്ളപ്പോൾ കോമൺ ഡിഫറൻസ് കാണാം. എങ്ങനെയാ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് വെച്ച് കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ x1ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ x2 കിട്ടും. x2ൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ x3 കിട്ടും. 4 ടേം നമുക്ക് ആവും. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് ടേം അവിടെ ഉണ്ട് 30, പക്ഷേ ഫസ്റ്റ് 5 ടേംസിൻ്റെ സം 300. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ സം ഓഫ് ദി ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ അത് വെച്ചിട്ട് സം ഓഫ് ടേംസ് 300 ആണ്, അതിന് നമ്പർ 5, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 ആകും തേർഡ് ടേം. ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഉള്ളപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എത്ര വരും? ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ബൈ 2 അല്ലേ? എൻഡിലുള്ള ടേമിൻ്റെ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിഡിൽ ടേം കിട്ടും, സെക്കൻഡ് ടേമായി. ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കുക എന്നല്ലേ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്, സെക്കൻഡ് ടേമായി. ഈ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം 30 നമുക്കുണ്ട്. പിന്നെന്താ? സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്. ആദ്യത്തെ 6 ടേമിൻ്റെ സം ആണ് നമുക്ക് 300 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ സം ഓഫ് 6 ടേംസ് ഉണ്ട്. അപ്പം അത് നമ്പർ ഓഫ് ടേംസ് ഓഡല്ല, ഈവൻ ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു മിഡിൽ ടേം എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇതാ യൂസ് ചെയ്യുന്നത്, അതായത് പൊസിഷൻസിൻ്റെ സം ഈക്വൽ ആകുന്ന പെയർ ഓഫ് ടേംസിൻ്റെ സം എല്ലാം ഈക്വൽ ആണ്. അതുപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ x1 പ്ലസ് x6 എന്ന് പറയുന്നത് x2 പ്ലസ് x5 ഈക്വലാണ്. അത് x3 പ്ലസ് x4 ഈക്വലാണ്. ഇത് എത്രയത്തിൻ്റെ കൂടെ സം ആണ് 300. അപ്പോൾ ഇത് 2 എണ്ണം വീതമുള്ള പെയർ ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 300/3. 3 പെയർ ഉള്ളത് കൊണ്ട് 300/3. ഓരോ സമ്മും 100ഉമായിട്ട് ഈക്വൽ ആകും. അപ്പോൾ x1 പ്ലസ് x6 100 ആകുമ്പോൾ x1 നമുക്കറിയാം 30 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ x6 എന്ന് പറയുന്നത് 100 മൈനസ് 30 ദറ്റ് ഈസ് 70. അപ്പം x6ഉം x1ഉം ഉള്ളപ്പോൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അതുപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് അതുപയോഗിച്ച് കാണുമ്പോൾ 8 എന്ന് കിട്ടുന്നു. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x1 ഉണ്ട്, x1ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ സെക്കൻഡ് ടേം x2 കിട്ടും. x2 എത്ര വന്നു? 38. x2 38. x3 ഇതിൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുക 46. ഇപ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഇത് 3 ആയല്ലോ. ആറാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 1 തൊട്ട് 5 വരെയുള്ള ടേമിൻ്റെ സം 150. 1 തൊട്ട് 10 വരെയുള്ള ടേമിൻ്റെ സം 350. നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നതിന് 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞത് തേർഡ് ടേം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 5 ടേമിൻ്റെ സം ഉണ്ട്. ആ 5 ടേമുകളിൽ മിഡിൽ ടേമാണ് x3. നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ സം ഓഫ് ടേംസിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിഡിൽ ടേം കിട്ടും. അപ്പോൾ x3 എന്ന് പറയുന്നത് ഈ സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 150/5 30. തേർഡ് ടേം കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 8th ടേം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം ഫസ്റ്റ് ടേം തൊട്ട് 10th ടേം വരെയുള്ള ടേമിൽ നിന്നും ഫസ്റ്റ് ടേം മുതൽ 5th ടേം വരെയുള്ള ടേം കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് അങ്ങനെ x10 വരെ. അതിൽ നിന്നും x1 പ്ലസ് x2 പ്ലസ് x5 വരെയുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി x6 പ്ലസ്
x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10. അതായത് 6ാമത്തെ മുതൽ 10ാമത്തെ ടേം വരെയുള്ള സം ആയിരിക്കും കിട്ടുന്നത്. ആദ്യത്തെ 10 ടേമുകളുടെ സമ്മിൽ നിന്നും ആദ്യത്തെ 5 ടേമിൻ്റെ സം കുറയ്ക്കുമ്പോൾ പിന്നെന്താ വരുന്നത്? പിന്നെ 6ാമത്തെ തൊട്ട് 10ാമത്തെ വരെയുള്ള ടേമിൻ്റെ സം. അത് 350 മൈനസ് 150 കാണുമ്പോൾ 200 നമുക്ക് കിട്ടും. ഇപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് വേണ്ടത് 8th ടേമാണ്. 8th ടേം കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതാ നോക്കിക്കേ, 5 ടേമുണ്ട്. അതിൻ്റെ മിഡിൽ ടേമാണ് നമുക്ക് കാണേണ്ടത്. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ 5 ടേമിൻ്റെ സമ്മിലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 ഈ സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മിഡിൽ ടേം കിട്ടും. മിഡിൽ ടേം x8 അല്ലേ? അപ്പോൾ നമ്മൾ ആ സമ്മിനെ 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 80 കിട്ടി. നമുക്ക് 8ാമത്തെ ടേം കണ്ടുപിടിക്കാനായിരുന്നു, അത് കിട്ടി. ഇനി തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കാം. 3ാമത്തത് കണ്ടുപിടിച്ചു, ഇനി 1ഉം 2ഉം കൂടി വേണം. നമുക്കൊരു കോമൺ ഡിഫറൻസ് ഉണ്ടേ പറ്റും. അപ്പം നമുക്ക് 8ാമത്തെ ടേമും 3ാമത്തെ ടേമും ഉണ്ട്. ഏതെങ്കിലും 2 ടേം ഉണ്ടെങ്കിൽ അതിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം x8ൽ നിന്നും x3 കുറച്ച് പൊസിഷനായ 8 - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിയപ്പോൾ നമുക്ക് എളുപ്പമായില്ലേ? തേർഡ് ടേം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. അതിൽ നിന്ന് വീണ്ടും കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആദ്യത്തെ 3 ടേമുകളും നമുക്ക് കിട്ടും. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു പെൻറ്റഗൺ. നമ്മൾ പെൻറ്റഗണിനെ പറ്റിയൊക്കെ 9ാം ക്ലാസ്സിൽ പഠിച്ചു. എന്താ പെൻറ്റഗൺ? ഒരു 5 സൈഡഡ് ഫിഗറാണ്. ഇപ്പോൾ ഇവിടെ റെഗുലർ എന്നൊന്നും പറഞ്ഞിട്ട്, റെഗുലർ പെൻറ്റഗൺ നമുക്കറിയാമല്ലോ. എന്താ റെഗുലർ പെൻറ്റഗൺ എന്ന് വെച്ചാൽ എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പെൻറ്റഗണാണ് റെഗുലർ പെൻറ്റഗൺ. റെഗുലർ പെൻറ്റഗൺ എന്താ പോളിഗൺസ് എല്ലാം തന്നെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ഫിഗേഴ്സാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആംഗിൾസൊക്കെ ഈക്വൽ ആണോ അല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈക്വൽ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 നമുക്ക് പ്രൂവ് ചെയ്യണം. ആംഗിൾസ് എല്ലാം അരിത്തമാറ്റിക് സീക്വൻസിലാണെന്നും കാണിക്കും. അപ്പോൾ എന്തായാലും ഒരു പെൻറ്റഗണിന് എത്ര ആംഗിൾസ് കാണും? 5 ആംഗിൾസ്. ആ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് x1, x2, x3, x4, x5 എന്ന് ഞാൻ എടുക്കുന്നു. ഇത് അരിത്തമാറ്റിക് സീക്വൻസിലാണ്. നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം അരിത്തമാറ്റിക് സീക്വൻസിലാണ്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് ഒരു പെൻറ്റഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് 540 ആണ്. അപ്പോൾ x1 മുതൽ x5 വരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 540 കിട്ടും. അപ്പോൾ 5 ടേമിൻ്റെ സം ഉള്ളപ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിക്കുക 108 എന്ന് വരും. x3 108. അപ്പോൾ 5 ആംഗിൾസ് ഉള്ളതിൽ മിഡിൽ ടേം എപ്പോഴും 108 ആയിരിക്കും. 108 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x1 പ്ലസ് x2 പ്ലസ് x4 പ്ലസ് x5 എന്ന് പറയുന്നത് 540. ഇതിൻ്റെ എല്ലാം കൂടെ സം 540. അതിൽ നിന്നും ഈ x3 കുറയ്ക്കുന്നതാണല്ലോ. 108 കുറയ്ക്കുമ്പോൾ 432 എന്ന് കിട്ടും. അപ്പോൾ x1ഉം x2ഉം x4ഉം x5ഉം കൂടെ കൂട്ടുമ്പോൾ 432. ഇതിൽ നോക്കിയാൽ 1ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 6 വരും. 2ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 6 വരും. അപ്പോൾ ഈ സമ്മുകൾ ഈക്വൽ ആയിരിക്കുമല്ലോ. x1 പ്ലസ് x5 എന്ന് പറയുന്നത് x2 പ്ലസ് x4ന് ഈക്വൽ ആയിരിക്കും. അതെന്ന് പറയുന്നത് ഈ 432ൻ്റെ ഹാഫ് ആയിരിക്കത്തില്ലേ? ഇത് തമ്മിലുള്ള സമം ഇത് 4 കൂടെ കൂട്ടുമ്പോൾ 432 ആണെങ്കിൽ 2 എണ്ണം വീതമുള്ള സം കണ്ടുപിടിക്കുമ്പോൾ 216 ആയിരിക്കും ഇവ ഓരോന്നും. അതായത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. x1 പ്ലസ് x5 216. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? സ്മോളസ്റ്റ് ആംഗിൾ എപ്പോഴും 36 കൂടുതലായിരിക്കണം. നമുക്കറിയാം ഏതൊരു പോളിഗണിൻ്റെയും ആംഗിള് 180യെക്കാട്ടി കുറവായിരിക്കും. 180 ആയിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിപ്പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് 180യെക്കാട്ടി കുറവായിരിക്കും. ഞാൻ എടുക്കുകയാണ്. ഈ x1 പ്ലസ് x5 216 എടുത്തു. ഇപ്പോൾ x5
നമുക്ക് എടുക്കാൻ പറ്റുന്ന 180യെക്കാട്ടി കുറഞ്ഞ ആംഗിളാണ്, പക്ഷെ ഞാനങ്ങ് എടുക്കുക 180. ഏറ്റവും വലിയ ആംഗിൾ 180 ആണ് എന്നെടുക്കുന്നു. x5 180 ആകുമ്പോൾ x1 എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 180 കുറയ്ക്കുമ്പോൾ 36 എന്ന് വരും. അപ്പോൾ x5 180 കിട്ടുമ്പോൾ x1 36 x5 എന്താണ് 180യെക്കാട്ടി കുറവാണ്. x5 180യെക്കാട്ടി കുറവാകുമ്പോൾ x1 36 കൂടിയെങ്കിലല്ലാതെ അവൻ്റെ സം എന്ന് പറയുന്നത് 216 വരത്തുള്ളൂ. അതായത് x5 എന്ന് പറയുന്നത് ഞാൻ 179 എടുത്തു x5. അങ്ങനെയാകുമ്പോൾ x1 എന്ത് വരും? x1 എന്ന് പറയുന്നത് 216 നിന്നും എന്ത് കുറയ്ക്കുന്നതാണ്? 179 കുറയ്ക്കുന്നതാണ്. അതെത്ര വരും? 37 ഡിഗ്രി എന്ന് വരും. കണ്ടോ? അപ്പോൾ x1ൻ്റെ വാല്യൂ കൂടി. അപ്പോൾ ഈ x5 എന്ന് പറയുന്നത് 180യെക്കാട്ടി കുറഞ്ഞു വരുന്നതനുസരിച്ച് x1 കൂടി പോകും. എന്ന് പറഞ്ഞാൽ ഇഫ് x5 is 180 then x1 is equal to 36. ബട്ട് x5 എന്താണ്? ലെസ് ദാൻ 180 ആണ്. ദെൻ x1 ഗ്രേറ്റർ ദാൻ 36. ഹെൻസ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36. നിങ്ങൾ നന്നായിട്ട് ഈ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒന്നുകൂടെ നോക്കണം. നിങ്ങൾക്ക് കുറേശ്ശെ കൂടുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കണ്ട് ക്ലിയർ ആയില്ല എങ്കിൽ എന്ത് ചെയ്യണം? 1-2 പ്രാവശ്യം കൂടി കണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. ശരി, ഇതെല്ലാം ബുക്കിലോട്ട് നിങ്ങൾ എഴുതുന്നുണ്ടാവുമല്ലോ.